ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും ഡാനീസ് SRT സ്റ്റഡി വേൾഡിലേക്ക് സ്വാഗതം. 8ാം ക്ലാസ്സിലെ മിസ്റ്റീരിയസ് പിക്ചറിൻ്റെ 4ാമത്തെ ഭാഗമാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. കഴിഞ്ഞ 2 ഭാഗങ്ങളൊക്കെ നിങ്ങൾ വായിച്ച് കാണും അല്ലേ? ഓക്കെ, അപ്പോൾ ഒന്ന് നമുക്ക് റീകളക്ട് ചെയ്ത് നോക്കാം. നമ്മൾ എവിടം വരെയാണ് പഠിച്ചത് ഓർമ്മയുണ്ടെന്ന് വിചാരിക്കുക. എന്നാലും ഞാൻ ജസ്റ്റ് ഒന്ന് റീകളക്ട് ചെയ്യാം. നമ്മുടെ ക്യാരക്ടർ ടൈലാണ്. നമ്മുടെ ചാപ്റ്റർ ദ മിസ്റ്റീരിയസ് പിക്ചർ. ഇനി ഇതിൻ്റെ ഓഥർ എന്ന് പറയണത് ചാൾസ് ഡി കോസ്റ്റർ. ടൈൽ നമ്മുടെ ക്യാരക്ടർ വന്ന് ആർച്ച് ഡ്യൂക്ക് ഓഫ് ബാറ്റൻബർഗിൻ്റെ പാലസിൽ എത്തി നിൽക്കുന്നു. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ ആ ഒരു ടോക്കറ്റീവ് നേച്ചർ കൊണ്ട് അദ്ദേഹം ആർച്ച് ഡ്യൂക്കിനെയും അവിടുത്തെ ക്യാപ്റ്റൻസിനെയും അവിടെ ബാക്കി എല്ലാ കോർട്ടേഴ്സിനെയും തൻ്റെ ഒരു കൺട്രോളിൽ കൊണ്ടുവരികയാണ്. അല്ലെങ്കിൽ തൻ്റെ ആ ഒരു വാക്ചാതുരി കൊണ്ട് അവരെല്ലാം അട്രാക്റ്റ് ചെയ്യാണ്. നമ്മളുടെ ആർച്ച് ഡ്യൂക്ക് അദ്ദേഹത്തെ കോർട്ട് പെയിൻറ്ററായിട്ട്, കൊട്ടാരം പെയിൻറ്ററായിട്ട് അപ്പോയിൻറ്റ് ചെയ്യുന്നു. അതിനുശേഷം വിഭവസമൃദ്ധമായ സദ്യ നൽകുന്നു. അദ്ദേഹത്തിൻ്റെ ഡോങ്കിയെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നു. ഇതിനൊക്കെ ശേഷം സ്വന്തം പിക്ചർ വരയ്ക്കാനായിട്ട് അദ്ദേഹം ആരോട് ആവശ്യപ്പെടുകയാണ്? നമ്മളുടെ ടൈലിനോട് ആവശ്യപ്പെടുകയാണ്. അപ്പോൾ ആവശ്യപ്പെടുന്നതിനനുസരിച്ചിട്ട് കൊട്ടാരത്തിലുള്ള ബാക്കി എല്ലാ അംഗങ്ങളുടെയും കൂടെ നിന്നിട്ട് എല്ലാ കോർട്ടിയേഴ്സ് വിത്ത് ഹിസ് ഹൈനസ് ആൻഡ് ഹെർ ഹൈനസ് എല്ലാവരും കൂടെ ചേർന്നിട്ടുള്ള ഒരു പിക്ചറാണ് നമ്മളുടെ ടൈല് പിക്ചറൈസ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഇതിൻ്റെ ഭാഗമായിട്ട് എല്ലാവരെയും വിളിച്ച് അദ്ദേഹം സംസാരിക്കുകയാണ്. ഓരോരുത്തരും ഓരോ തരത്തിലുള്ള ഭീഷണി ടൈലിന് കൊടുക്കുകയാണ്. അപ്പോൾ എങ്ങനെയായാലും മരണം ഉറപ്പാണെന്നുള്ള കണ്ടീഷനിൽ നമ്മുടെ ടൈലെത്താണ്. കാരണം എന്താണെന്ന് വെച്ചാൽ എല്ലാവർക്കും അവരുടെ ഉള്ള ഫിഗറല്ല വരയ്ക്കേണ്ടത്, കൂടുതൽ ക്യൂട്ടായിട്ട് അല്ലെങ്കിൽ കുറച്ചുകൂടെ ഭംഗി വരുത്തിയിട്ടാണ് അവരുടെ പിക്ചേഴ്സൊക്കെ ഈ കോർട്ടിൻ്റെ വാളിൽ കാണേണ്ടത്. അതേസമയം ആർച്ച് ഡ്യൂക്കിനാണെങ്കിലും ഇവരെങ്ങനെയാണോ റിയലിസ്റ്റിക് ആയിട്ടുള്ളത്, അവരുടെ എക്സാക്റ്റ് ഫിഗേഴ്സാണ്, അല്ല എക്സാക്റ്റ് ഫിസിക്കൽ നേച്ചർ തന്നെയാണ് നമ്മളുടെ ആർച്ച് ഡ്യൂക്കിന് കാണേണ്ടത്. എന്തെങ്കിലും ഒരു കാരണവശാൽ ഈവൺ ഒരു പിമ്പിളോ ഒരു സിംഗിൾ ഗ്രേ ഹെയറോ എന്തെങ്കിലും ഒരു ചേഞ്ചസ് കണ്ടു കഴിഞ്ഞാൽ ഹി വിൽ സ്ലോട്ടർ ലൈക്ക് എ പിഗ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഒരു പന്നിയെ പോലെ വെട്ടിക്കൊല്ലും. അപ്പോൾ നമ്മൾ കണ്ട ബാക്കി 1, 2, 3 ക്യാരക്ടേഴ്സാണ് ഇതിൽ എടുത്ത് പറഞ്ഞിട്ടുള്ളത്. ഒന്ന് നമ്മുടെ ഒരു എൽഡർലി ലേഡി ആൻഡ് ഒരു യങ് ലേഡി ആൻഡ് കമാൻഡർ ഇൻ ചീഫ്. ഇവർ 3 പേരെയുമാണ് നമുക്ക് ഈ സ്റ്റോറിയിൽ എടുത്ത് പറഞ്ഞിട്ടുള്ള 3 ക്യാരക്ടേഴ്സ്. വേറെയും ഒരുപാട് ക്യാരക്ടേഴ്സ് വരുന്നുണ്ട്. ടൈലിനെ ത്രെറ്റ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം ടൈല് എന്ത് എന്താ പറയുക, ഒരു ക്രൈസിസിലായിരിക്കുകയാണ് അല്ലേ, ഒരു പ്രത്യേക ഒരു അവസ്ഥയിലായിരിക്കണം. ശരിക്കും വരച്ചാൽ രാജാവ് അല്ല ബാക്കി മെമ്പേഴ്സ് കോർട്ടിയേഴ്സ് കൊല്ലും. അല്ല റിയലിസ്റ്റിക്കായി വരച്ചില്ലെങ്കിൽ നമ്മുടെ ആർച്ച് ഡ്യൂക്ക് ഇദ്ദേഹത്തെ വധിക്കും. അപ്പോൾ രണ്ടായാലും മരണം ഉറപ്പാണ്. അപ്പോൾ ഇറ്റ്സ് ബെറ്റർ ടു ഡു നോട്ട് പെയിൻറ്റ് ദ പിക്ചർ അല്ലേ. വയസ്സായിട്ടുള്ള തിങ്കിങ് എന്താണ് ടൈല് ചിന്തിച്ചത്? ചിത്രം വരയ്ക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അങ്ങനെ അദ്ദേഹം ചിന്തിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു സിറ്റുവേഷനിലാണ് നമ്മുടെ കഴിഞ്ഞ ക്ലാസ് അവസാനിപ്പിച്ചതും. അപ്പോൾ ഇനി നമുക്ക് ബാക്കി ഭാഗം നോക്കാം. ഓക്കെ, അതിന് മുമ്പായി ഞാൻ നിങ്ങളോട് മറ്റൊരു കാര്യം കൂടി ഓർമ്മപ്പെടുത്താനായിട്ട് ആഗ്രഹിക്കുകയാണ്. കഴിഞ്ഞ 2-3 വീഡിയോസും കൂടെ കണ്ടു കഴിഞ്ഞാലാണ് ഈ 4ാമത്തെ പാർട്ട് കാണുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ മനസ്സിലാവുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് കഴിഞ്ഞ ഭാഗങ്ങൾ കാണാത്തവർ അത് കാണാനായിട്ട് ശ്രമിക്കണം. പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ അതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ഞാൻ കറക്റ്റ് ഇടുന്ന നോട്ടിഫിക്കേഷൻസൊക്കെ നിങ്ങൾക്ക് കറക്റ്റായിട്ട് കിട്ടിക്കോളും. മാത്രമല്ല സബ്സ്ക്രൈബ് ചെയ്യാമെന്ന് പറഞ്ഞാൽ ഫിനാൻഷ്യലി നിങ്ങൾക്ക് യാതൊരു ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമല്ല. നിങ്ങളുടെ ഫോൺ ഹാങ് ആവുകയോ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും തന്നെ ഉണ്ടാവുകയില്ല. നിങ്ങളുടെ യൂട്യൂബിൻ്റെ ഇൻബോക്സിൽ നിങ്ങൾക്ക് അതിനുള്ള കറക്റ്റായിട്ട് മെസ്സേജസ് വന്നുകൊണ്ടിരിക്കും. ഞാൻ ഇടുന്നതിൻ്റെ നോട്ടിഫിക്കേഷൻസ് വരും. അത്രയേ ഉള്ളൂ. ഓക്കെ, നമുക്കിനി ലെസൺ സ്റ്റാർട്ട് ചെയ്യാം, കണ്ടിന്യൂ ചെയ്യാം. 11th പാരഗ്രാഫാണ്, പേജ് നമ്പർ 14th 11th പാരഗ്രാഫ്. The following day he asked the Archduke for the hall where he was to paint the picture. അപ്പോൾ അടുത്ത ദിവസം തുടർന്ന് വന്ന ദിവസമായപ്പോൾ രാജാവ് ആർച്ച് ഡ്യൂക്കിനോട്, ആക്ച്വലി ഈ ആർച്ച് ഡ്യൂക്ക് എന്ന് പറയുന്നത് പ്രഭു എന്നാണ് അർത്ഥം. കാരണം എന്താണെന്ന് വെച്ചാൽ എംപറർ, കിങ് അതിനൊക്കെ ശേഷം ഉള്ള ഒരു പൊസിഷനാണ് ഈ ആർച്ച് ഡ്യൂക്ക് എന്ന് പറയുന്നത്. ചക്രവർത്തിക്കും രാജാവിനും ഒക്കെ താഴെ വരുന്നൊരു സ്ഥാനമാണ് ആർച്ച് ഡ്യൂക്ക്. അവർക്ക് എന്തായാലും റൂൾ ചെയ്യാനായിട്ട് ഒരു സ്റ്റേറ്റ് കൊടുക്കും, അവർക്ക് ഭരിക്കാനായിട്ടൊരു പ്രദേശം അവർക്ക് വിട്ടുകൊടുക്കും. അപ്പോൾ ആർച്ച് ഡ്യൂക്ക് എന്ന് പറഞ്ഞാൽ രാജാവ് എന്നല്ല, പ്രഭു എന്ന് തന്നെയാണ് കേട്ടോ അർത്ഥം. ജസ്റ്റ് പറയണതിൻ്റെ ഇടയിൽ കൂടെ അങ്ങനെ രാജാവ് എന്ന് വന്നു പോകണമെന്ന് മാത്രം. അപ്പോൾ ആർച്ച് ഡ്യൂക്കും ആർച്ച് ഡച്ചസും
പ്രഭുവിൻ്റെ പത്നി. അപ്പോൾ ആർച്ച് ഡ്യൂക്കിനോട് വരയ്ക്കാനുള്ള സ്ഥലം എവിടെയാണ്, ഏത് ഹാളിലാണ് ഞാൻ വരയ്ക്കേണ്ടത് എന്ന് ടൈൽ ചോദിച്ചു. ഹി വാസ് ഷോൺ എ ലാർജ് റൂം വിത്ത് ബെയർ വാൾസ്. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ നമ്മുടെ ആർച്ച് ഡ്യൂക്ക് അദ്ദേഹത്തിന് ഒരു വലിയ ഒരു റൂം കാണിച്ചു കൊടുക്കുകയാണ്. വിത്ത് ബെയർ വാൾസ്. ബെയർ വാൾസ് എന്ന് പറഞ്ഞാൽ ക്ലീൻ ആയിട്ടുള്ള വാളാണ്, അവിടെ വേറെ ഒന്നും വരച്ചിട്ടില്ല, അതായത് വേറെ പിക്ചേഴ്സോട് കൂടിയിട്ടുള്ള ഒരു വാളല്ല. ബെയർ എന്ന് വെച്ചാൽ ഒന്നുമില്ല, നെഗറ്റീവ് മീനിങ് ആണെന്ന് ഞാൻ ഫസ്റ്റത്തെ പാർട്ടിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ബെയർ എന്ന് പറഞ്ഞാൽ ഒരു നോ അല്ലെങ്കിൽ നെഗറ്റീവ് ആയിട്ടുള്ള മീനിങ് ആണ്. അപ്പോൾ ബെയർ വാൾസ്, ബെയർ ഫൂട്ട് എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ചെരുപ്പില്ലാത്ത നഗ്നപാദങ്ങൾ എന്നാണ് ഉദ്ദേശിക്കുന്നത്. ബെയർ ഫൂട്ട് എന്ന് പറഞ്ഞാൽ ചെരുപ്പില്ലാത്ത പാദങ്ങൾ, കാലുകൾ. അതേപോലെ തന്നെ ബെയർ വാൾസ് എന്ന് പറഞ്ഞാൽ ക്ലീൻ ആയി കിടക്കണ ഒന്നുമില്ലാത്ത ഒരു വാള്, നമ്മുടെ വാളോട് കൂടിയ ഒരു ഹാൾ, ഒരു റൂം, ലാർജ് റൂം നമ്മുടെ ആർച്ച് ഡ്യൂക്ക് ടൈലിന് കാണിച്ചു കൊടുത്തു. ടൈൽ ആസ്ക്ഡ് ഫോർ തിക്ക് കർട്ടൻസ് ടു ബി ഹാങ് ഓൺ ദ വാൾസ്. അപ്പോൾ ചുവരിൽ ഹാങ് ചെയ്തിടാനായിട്ട് വളരെ കട്ടിയുള്ള കർട്ടൻസ് ടൈൽ ആർച്ച് ഡ്യൂക്കിനോട് ചോദിക്കുകയാണ്. ഹി വാണ്ടഡ് ഹിസ് പെയിൻറ്റിങ് ടു ബി പ്രൊട്ടക്റ്റഡ് ഫ്രം ദ ഫ്ലൈസ് ആൻഡ് ദ ഡസ്റ്റ്. അപ്പോൾ അതിനൊരു എക്സ്പ്ലനേഷനും കൊടുത്തു. കാരണം എന്താണെന്ന് വെച്ചാൽ എന്തെങ്കിലും ഈ പെയിൻറ്റിങ് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും ഈച്ചയോ എന്തെങ്കിലും തരത്തിലുള്ള പൊടിയോ ഫ്ലൈസോ, അതായത് ഈച്ചകളോ എന്തെങ്കിലും പ്രാണികളോ അതുപോലെ തന്നെ ഡസ്റ്റ് പൊടിയോ ഒക്കെ ആയിക്കഴിഞ്ഞാൽ ആ പെയിൻറ്റിങ്ങിന് എന്തെങ്കിലും ഒരു കോട്ടം തട്ടാതിരിക്കാനായിട്ട് വളരെ തിക്കായിട്ടുള്ള കേർട്ടൻസ് തന്നെ വാൾസിൽ ഹാങ് ചെയ്യാനായിട്ട് അദ്ദേഹം ആവശ്യപ്പെടുകയാണ്. ടു പ്രൊട്ടക്റ്റ് ഹിസ് പെയിൻറ്റിങ്സ്. അദ്ദേഹത്തിൻ്റെ ചിത്രരചനയ്ക്ക് യാതൊരു വിധത്തിലുള്ള തടസ്സവും സംഭവിക്കാതിരിക്കാൻ, അല്ലെങ്കിൽ ചിത്രത്തിന് യാതൊരു തരത്തിലുള്ള കോട്ടവും സംഭവിക്കാതിരിക്കാനായിട്ട്. ഹി ഓൾസോ ആസ്ക്ഡ് ഫോർ 3 അസിസ്റ്റൻസ് ടു ഹെൽപ്പ് ഹിം ഇൻ മിക്സിങ് കളേഴ്സ്. ഇനി ഇത് പോരാതെ 3 അസിസ്റ്റൻസിനെയും കൂടെ, സഹായികളെ കൂടെ ഇദ്ദേഹത്തെ സഹായിക്കാനായിട്ട്. എന്ത് സഹായത്തിന് വേണ്ടിയിട്ടാണ്? ഇൻ മിക്സിങ് കളേഴ്സ്. പല വ്യക്തികളുടെ രൂപമാണല്ലോ വരയ്ക്കാനുള്ളത്, അതുപോലെ തന്നെ അവരുടെ ഡ്രസ്സസും ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കളറ് മിക്സ് ചെയ്യാനായിട്ട്, ഹെൽപ്പ് ചെയ്യാനായിട്ട് ഒരു 3 ഹെൽപ്പേഴ്സിനെ, 3 അസിസ്റ്റൻസിനെയും കൂടെ അദ്ദേഹം ആവശ്യപ്പെട്ടു. ദ ആർച്ച് ഡ്യൂക്ക് ഗേവ് ഹിം ഓൾ ദാറ്റ് ഹി ആസ്ക്ഡ് ഫോർ. അപ്പോൾ ആർച്ച് ഡ്യൂക്ക് എല്ലാം കൊടുക്കുകയാണ്. ഇനി ഞാൻ എന്തെങ്കിലും കൊടുക്കാത്തതിൻ്റെ കുറവ് കൊണ്ട് ഒരു പെയിൻറ്റിങ് മോശമാവാൻ പാടില്ലല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എല്ലാ അറേഞ്ച്മെൻറ്റ്സിനും ആർച്ച് ഡ്യൂക്ക് ഓക്കെ പറയുകയാണ്, എല്ലാം അദ്ദേഹത്തിന് ചെയ്തു കൊടുക്കുകയാണ്. For 30 days Tile and his assistants feasted themselves on the choicest dishes and drank the finest wines. അപ്പോൾ മാത്രമല്ല, വാൾസ് മാത്രമല്ല കൊടുക്കുന്നത്, അദ്ദേഹത്തിനും അദ്ദേഹത്തിൻ്റെ അസിസ്റ്റൻസിനും വളരെ ഭംഗിയായ രീതിയിൽ തന്നെ ഭക്ഷണവും വൈനും, അത് കുടിക്കാനായിട്ട് ഇഷ്ടം പോലെ ഫൈനസ്റ്റ് വൈൻ, ഏറ്റവും നല്ല വൈൻ, ഏറ്റവും നല്ല ഭക്ഷണം, അതുപോലെ തന്നെ അദ്ദേഹത്തിന് അവരുടെ ആവശ്യപ്രകാരം വാട്ട് ദേ ക്യാൻ ആസ്ക്, എന്തൊക്കെയാണോ അവർ ചോദിക്കുന്നത് അതിനനുസരിച്ചിട്ടുള്ള ചോയ്സ് ആയിട്ട് അവരുടെ ചോയ്സിനനുസരിച്ചിട്ട് ഡിഷസ്, കറികളും ഭക്ഷണ സാധനങ്ങളും ഭക്ഷണ പാനീയങ്ങളും ലഹരി പാനീയങ്ങളും എല്ലാം ഇദ്ദേഹം പ്രൊവൈഡ് ചെയ്യാണ് നമ്മളുടെ ടൈലിന്. ഓൺ ദ 31st day the Archduke thrust his nose in through the door and said. അപ്പോൾ 30 ദിവസമാണ് സമയം കൊടുത്തിട്ടുള്ളത്, 1 മാസത്തിനുള്ളിൽ വരയ്ക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ 30th day കഴിഞ്ഞു, 30ാമത്തെ ദിവസം കഴിഞ്ഞു. 31ാമത്തെ ദിവസമായപ്പോൾ ആർച്ച് ഡ്യൂക്ക് എന്ത് ചെയ്തു? ത്രസ്റ്റ് ഹിസ് നോസ് എന്ന് വെച്ചാൽ മൂക്ക് ഇങ്ങനെ തുളച്ചു കയറുക എന്ന് പറഞ്ഞാൽ എത്തിച്ചു നോക്കുക എന്ന് പറയില്ലേ നമ്മൾ, എന്തിൻ്റെയും ഉള്ളിലൂടെ ഇങ്ങനെ എത്തിച്ച് നോക്കുന്നതിനെയാണ് ഈ ത്രസ്റ്റേഴ്സിന്. അതായത് ഇപ്പോൾ ഡോറിൻ്റെ ഇങ്ങനെ മൂക്ക് ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ എത്തിച്ച് നോക്കിയിട്ട് സംസാരിക്കില്ലേ നമ്മൾ, ക്ലോസ് ചെയ്തിട്ടുള്ള ഡോറിനെ, അതിനെയാണ് ത്രസ്റ്റേഴ്സ് നോസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇൻ ത്രൂ ദ ഡോർ ആൻഡ് സെഡ്. വാതിലിൻ്റെ അവിടെ ഇങ്ങനെ മുട്ടിച്ച് വെച്ച് ചാരി പിടിച്ചിട്ട് ഇങ്ങനെ ചോദിച്ചു, ഇറ്റ് ഈസ് ടൈം ദാറ്റ് യു ഫിനിഷ്ഡ് ദ പെയിൻറ്റിങ്. നീ ചിത്രം വരച്ച് പൂർത്തിയാക്കണ സമയമായിട്ടോ എന്ന് പറയണം. ഐ ആം ഈഗർ ടു സീ ഇറ്റ്. ഞാൻ വളരെ ക്യൂരിയസ് ആയിട്ട്, ഈഗർ എന്ന് പറഞ്ഞാൽ വളരെ ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുകയാണ് ആ ചിത്രത്തിന് വേണ്ടിയിട്ട്, അത് കാണാനായിട്ട്. ഇസ് ഇറ്റ് റെഡി? അത് റെഡിയായോ? Till said that the pictures was being completed and that he needed some more days to finish it. അപ്പോൾ ടില്ല് പറഞ്ഞു, ശരി പിക്ചേഴ്സ് കംപ്ലീറ്റ് ഇങ്ങനെ ചെയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്, അതുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ ദാറ്റ് ഹി നീഡഡ് സം മോർ ഡേയ്സ് ടു ഫിനിഷ്, കുറച്ച് ദിവസങ്ങൾ കൂടെ എനിക്കത് ഫിനിഷ് ചെയ്യാനായിട്ട് വേണം എന്നുള്ളത് ടില്ല് പറയണം. അപ്പോൾ കഴിഞ്ഞു, എങ്കിലും കുറച്ചും കൂടെ അതുമേ മിനുക്ക് പണികളുണ്ട്, അപ്പോൾ അതൊക്കെ ഒന്ന് പൂർത്തിയാക്കാനായിട്ട് ഐ നീഡ് സം മോർ ഡേയ്സ്. Okay, the Archduke replied that as long as the painting was perfect in every detail,
he was prepared to be patient. അപ്പോൾ ആർച്ച് ഡ്യൂക്ക് റിപ്ലൈ ചെയ്തു that as long as the painting was perfect in every detail, അതായത് ഈ പെയിൻറ്റിങ് എങ്ങനെയാണ് പെർഫെക്റ്റ് ആയിരിക്കണം എന്ന് പറഞ്ഞില്ലേ, വളരെ ക്ലിയർ ആയിരിക്കണം, നീറ്റായിരിക്കണം, ഒരു അണുവിന് പോലും എന്താ പറയുക ചെറിയൊരു പിമ്പിളോ ഒരു മോൾ പോലും ഒരു മുഖക്കുരു പോലും മാറ്റം വരരുത്, അല്ലെങ്കിൽ ഒരു കാക്കപ്പുള്ളി പോലും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിരിക്കരുത് എന്നുള്ള ഒരു ഡിമാൻഡാണ് നമ്മുടെ ആർച്ച് ഡ്യൂക്കിനുള്ളത്. അതുകൊണ്ട് തന്നെ ഇത്തിരി വൈകിയാലും കുഴപ്പമില്ല, ഞാനത് ക്ഷമയോടുകൂടി കാത്തിരിക്കാൻ നമ്മുടെ ആർച്ച് ഡ്യൂക്ക് ഈസ് റെഡി. ഹി വാസ് പ്രിപ്പയർഡ് ടു ബി പേഷ്യൻറ്റ്. വളരെ ക്ഷമയോടുകൂടി തന്നെ ആ ചിത്രം കാണാനായിട്ട് ഒരുങ്ങി ഇരുന്നു. The delay of the week or two did not matter, he said. പറയാണ് ഈ ഡിലേ ഒരു ആഴ്ചയോ അല്ലെങ്കിൽ രണ്ടാഴ്ചയോ എത്രയാവട്ടെ അത് ഡിലേ വന്നു എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ഡസൻ മാറ്റർ, അതൊരു പ്രശ്നമുള്ള കാര്യമൊന്നുമല്ല. ഐ ആം റെഡി ടു വെയിറ്റ്, അല്ലെങ്കിൽ ഞാനത് കാണാനായിട്ട് കാത്തിരിക്കാൻ ക്ഷമയോടെ കൂടെ കാത്തിരിക്കാനായിട്ട് ഐ ആം റെഡി, ഞാൻ റെഡിയാണെന്ന് ആർച്ച് ഡ്യൂക്ക് ടൈലിനോട് പറഞ്ഞു. Tyle and his companion continued their merrymaking for another fortnight. അപ്പോൾ ഓക്കെ, അനുവാദമൊക്കെ കിട്ടി. ഇനിയിപ്പോൾ ആ രാജാവാകത്തേക്ക് പ്രവേശിച്ചിട്ടില്ല. ഇവരും ടൈലും അദ്ദേഹത്തിൻ്റെ കമ്പാനിയൻസും മാത്രമാണ് എന്ത് ഈ ഹാളിൻ്റെ ഉള്ളിൽ ഉള്ളൂ. അപ്പോൾ വീണ്ടും ഒരു 2 വീക്സും കൂടെ അദ്ദേഹത്തിന് നീട്ടി കിട്ടി അല്ലേ, സം മോർ ഡേയ്സ്. അപ്പോൾ 2 വീക്സ്, ഫോർട്ട് എന്ന് പറഞ്ഞാൽ 14 ദിവസം അല്ലെങ്കിൽ 2 ആഴ്ച എന്നാണ് അർത്ഥം. അപ്പോൾ 14 ഡേയ്സും കൂടെ അല്ലെങ്കിൽ 2 വീക്സും കൂടെ അദ്ദേഹത്തിന് എക്സ്റ്റെൻഡ് ചെയ്ത് കിട്ടി. അപ്പോൾ എന്ത് ചെയ്യാണ്, ടൈലും അദ്ദേഹത്തിൻ്റെ കമ്പാനിയൻസും നല്ല ഫുഡൊക്കെ കഴിച്ച് വൈനൊക്കെ കഴിച്ച് അടിപൊളിയായിട്ട് ഇങ്ങനെ എൻജോയ് ചെയ്ത് വീണ്ടും 14 ദിവസങ്ങൾ കൂടെ കടന്നു പോവുകയാണ്. ഓൺ ദ 45th day, once again the archduke poked his nose in through the door. ഇനി 14ാമത്തെ ദിവസം കഴിഞ്ഞ് ഉടൻ തന്നെ നമ്മളുടെ എന്ത് ചെയ്തു, ആർച്ച് ഡ്യൂക്ക് അപ്പോൾ ആർച്ച് ഡ്യൂക്ക് പറഞ്ഞ കാലാവധിയായി. 45th ഡേ എന്നുകൊണ്ട് അത് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ 30 ദിവസമാണല്ലോ സമയം കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ 30 ദിവസം കഴിഞ്ഞ് അഗെയിൻ 15 മീൻസ് 14 ഡേയ്സും കൂടെ കൊടുത്തു, ഒരു 2 വീക്സും കൂടെ കൊടുത്തു. അപ്പോൾ 30 + 14 45 പ്ലസ് 1 മോർ ഡേ, അതായത് 44 കഴിഞ്ഞ് 45ാമത്തെ ദിവസത്തിനെയാണ് ഈ പറയുന്നത്. അപ്പോൾ 45th ഡേ 45ാമത്തെ ദിവസമായപ്പോൾ വൺസ് അഗെയിൻ ദ ആർച്ച് ഡ്യൂക്ക് പോക്ക്ഡ് ഹിസ് നോസ് ഇൻ ത്രൂ ദ ഡോർ. ഒരിക്കൽ കൂടി നമ്മളുടെ ആർച്ച് ഡ്യൂക്ക് അദ്ദേഹത്തിൻ്റെ നോസ് ഈ ഡോറിൽ കൂടി ഇങ്ങനെ പോക്ക് ചെയ്തു എന്ന് വെച്ചാൽ ഇങ്ങനെ മുട്ടിച്ച് എത്തിച്ച് നോക്കുന്നതിനെയാണ് ഈ പോക്ക്ഡ് എന്ന് പറയുക. അതായത് ഇങ്ങനെ കുത്തി തിരുകിയിട്ട് നോക്കില്ലേ നമ്മൾ, അപ്പോൾ അതിനെയാണ്. അപ്പോൾ ഇങ്ങനെ ഡോർമ ഇങ്ങനെ മുഖം ചേർത്ത് പിടിക്കുമ്പോൾ മൂക്ക് ഇങ്ങനെ കുത്തി തിരുകി നോക്കണ ഒരു സീൻ ഞാൻ പറഞ്ഞു തരാം, കിലുക്കൻ സിനിമയിൽ ജഗതി നോക്കണ പോലെ. അപ്പോൾ അങ്ങനെ നമ്മളുടെ ആർച്ച് ഡ്യൂക്ക് നോക്കുകയാണ്. അപ്പോൾ അങ്ങനെ നോക്കിയിട്ട് വീണ്ടും ചോദിക്കുകയാണ്, ഈസിൻറ്റ് ഇറ്റ് ടൈം ദാറ്റ് ദ പിക്ചർ വാസ് കംപ്ലീറ്റഡ്. എന്താ സമയമായില്ലേ, ചിത്രം പൂർത്തീകരിക്കാനുള്ള സമയമായില്ലേ എന്ന് പുറത്തുനിന്ന് വിളിച്ച് ചോദിച്ചു. Tyle said that the portrait was being given the finishing touches. അപ്പോൾ ടൈല് പറഞ്ഞു, അതെ ഞാൻ ഫിനിഷിങ് സ്റ്റേജിലാണ്, കുറച്ച് ഫിനിഷിങ് വർക്കും കൂടെ അതുമ്മേ ബാക്കിയുള്ളൂ എന്ന് നമ്മുടെ ടൈല് പറഞ്ഞു. ഹി ബെഗ്ഡ് ഫോർ സം മോർ ടൈം. അപ്പോൾ എന്നിട്ട് കുറച്ചും കൂടെ സമയം നീട്ടി കിട്ടാനായിട്ട് ടൈല് ആർച്ച് ഡ്യൂക്കിനോട് ബെഗ് ചെയ്യാണ്, യാചിക്കുകയാണ്. ദ ആർച്ച് ഡ്യൂക്ക് സെഡ് ദാറ്റ് ഹിസ് ഡിലേ ഡിഡ് നോട്ട് മാറ്റർ സോ ലോങ് ആസ് ഹി ഡിഡ് ആൻ എക്സലൻറ്റ് ജോബ്. അപ്പോൾ ആർച്ച് ഡ്യൂക്ക് പറയാണ്, എത്ര ഡിലേ ആയാലും എത്ര വൈകിയാലും പ്രശ്നമില്ല, കാരണം എന്താണെന്ന് വെച്ചാൽ യു ആർ ഡൂയിങ് ആൻ എക്സലൻറ്റ് ജോബ് അല്ലേ, വളരെ എക്സലൻ്റ് ആയിട്ടുള്ള വളരെ നല്ല ഒരു ജോലിയാണ് നിങ്ങളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത്രയും ആ പെയിൻറ്റിങ് അത്രയും ബ്യൂട്ടിഫുൾ ആയിരിക്കും, അത്രയും എക്സലൻ്റ് ആയിരിക്കും എന്ന് തന്നെയാണ് ആർച്ച് ഡ്യൂക്ക് ഇപ്പോഴും. അതുകൊണ്ട് തന്നെ എത്ര സമയമെടുത്താലും എന്താണ് അദ്ദേഹത്തിന് അതിൽ യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടുകളും ഇല്ല. ബട്ട് ഹി ആഡഡ്, പക്ഷേ യു ഷുഡ് ഐദർ കംപ്ലീറ്റ് ദ പിക്ചർ വിത്തിൻ 15 days ഓർ യു ഷുഡ് ഷോ മീ ദ അൺഫിനിഷ്ഡ് പിക്ചർ നൗ. ഇനി പറയാണ്, ശരി സമയം നീട്ടിത്തരാം, ഞാൻ 15 ദിവസം കൂടെ ഞാൻ നീട്ടിത്തരാം. ഒരു 15 ദിവസം കൂടെ, ആദ്യം 30 ദിവസം കഴിഞ്ഞ് വീണ്ടും ഒരു 15 ദിവസം നീട്ടി കൊടുത്തു, ഇനി ഒരിക്കൽ കൂടെ ഒരു 15 ഡേയ്സും കൂടെ ഞാൻ നീട്ടിത്തരാം. ഇനിയിപ്പോൾ അഥവാ 15 ദിവസം കഴിഞ്ഞിട്ട് നീ കാണിക്കാൻ ഉദ്ദേശിക്കണില്ലെങ്കിൽ ഇപ്പം തന്നെ ആ അൺഫിനിഷ്ഡ് ആയിട്ടുള്ള പിക്ചർ തന്നെ, അതായത് പൂർത്തീകരിക്കാത്ത ആ ചിത്രം ഇപ്പം തന്നെ കാണിക്കണം എന്ന് പറഞ്ഞു. അദ്ദേഹം കൂട്ടിച്ചേർത്തു. Tyle promised to complete the picture within 15 days. അപ്പോൾ എന്തായാലും ടൈൽ പ്രോമിസ് ചെയ്തു, തീർച്ചയായിട്ടും ഞാനത് കംപ്ലീറ്റ് ചെയ്യാമെന്ന് അദ്ദേഹം വാക്ക് കൊടുത്തു. 15 ദിവസത്തിനുള്ളിൽ തന്നെ ഞാനത് കംപ്ലീറ്റ് ചെയ്യാമെന്ന് അദ്ദേഹം വാക്ക് കൊടുത്തു.
എന്നിട്ട് പറഞ്ഞു സേയിങ് ദാറ്റ് ഓൺലി എ ഫ്യൂ മൈനർ ഡീറ്റെയിൽസ് റിമെയിൻ ടു ബി ഫിൽഡ് ഇൻ. വളരെ ചെറിയ മൈനറായിട്ടുള്ള, അതായത് വളരെ ചെറിയ ഡീറ്റെയിൽസ് മാത്രമേ ഇനി ഫില്ല് ചെയ്യാനായിട്ട് റിമെയിൻ ചെയ്യണുള്ളൂ. റിമെയിൻ ചെയ്യാന്ന് വെച്ചാൽ അവശേഷിക്കുന്നുള്ളൂ. അത്രയും കുറച്ച് കാര്യങ്ങൾ മാത്രമേ എനിക്ക് ഫിനിഷ് ചെയ്യാനുള്ളൂ. അപ്പോൾ എന്തായാലും 15 ഡേയ്സിനുള്ളിൽ ഞാനിത് കംപ്ലീറ്റ് ചെയ്യാന്നിട്ടില്ലേ വാക്ക് കൊടുത്തു. ഷുഡ് യുവർ ലോർഡ്ഷിപ്പ് സീ ദ പെയിൻറ്റിങ്സ് നൗ യു വുഡ് നോട്ട് ബി സാറ്റിസ്ഫൈഡ് വിത്ത് ഇറ്റ് ഹി സെഡ്. അപ്പോൾ പറഞ്ഞു ഇപ്പോൾ കാണുകയാണെങ്കിൽ പ്രിയ പ്രഭു, അങ്ങ് ഈ ചിത്രം ഇപ്പോൾ കാണുകയാണെങ്കിൽ വിൽ നോട്ട് ബി സാറ്റിസ്ഫൈഡ്, അങ്ങേക്ക് ഒരിക്കലും തൃപ്തിയാവുകയില്ല. കാരണം അത് കംപ്ലീറ്റ് ആയിട്ടില്ല. ചെറിയ ചെറിയ മിനുക്ക് പണികളൊക്കെ ഉണ്ട്, അത് കംപ്ലീറ്റ് ആയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇപ്പോൾ അങ്ങ് അത് കണ്ടു കഴിഞ്ഞാൽ ഒട്ടും സാറ്റിസ്ഫൈഡ് ആയിരിക്കില്ല. Tyle and his companions enjoyed themselves for yet another fortnight. അപ്പോൾ ടില്ലും അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരും വീണ്ടും ഒരു 15 ദിവസം കൂടെ എന്ത് ചെയ്യാണ്, അടിച്ച് പൊളിക്കുകയാണ് അല്ലേ. അവർ സുഖമായിട്ട് ഭക്ഷിച്ചും കുടിച്ചും അങ്ങനെ അങ്ങോട്ട് ഉല്ലസിച്ചും ദിവസങ്ങൾ തള്ളി നീക്കി. On the 16th morning, the Archduke forced his way into the room and said, 15 ദിവസം കഴിഞ്ഞ് 16ാമത്തെ ദിവസം ആർച്ച് ഡ്യൂക്കിൻ്റെ ക്ഷമയൊക്കെ നശിച്ചു. കാരണം മാത്രമല്ല വളരെ മൈന്യൂട്ടായിട്ടുള്ള കുറച്ച് വർക്കും കൂടി അതുമുണ്ടായിരുന്നുള്ളൂ എന്ന് നമ്മളുടെ ടൈൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടെ ഓർത്തിട്ട് 16ാമത്തെ ദിവസമായപ്പോൾ ഒരു ക്ഷമയില്ലാണ്ട് നമ്മുടെ ആർച്ച് ഡ്യൂക്ക് ഫോഴ്സ്ഡ് ഹിസ് വേ ഇൻ ടു ദ റൂം, ശക്തമായി തന്നെ ആ റൂമിലേക്ക് അദ്ദേഹം കടന്നു വന്നു. ബലം പ്രയോഗിച്ച് എന്ന പോലെ തന്നെ അദ്ദേഹം ഓടിക്കേറി ആ റൂമിലേക്ക് വന്നു. ആൻഡ് സെഡ്, ഐ മസ്റ്റ് സീ ദ പിക്ചർ അറ്റ് വൺസ്. എന്നിട്ട് പറഞ്ഞു, എനിക്ക് ചിത്രം ഇപ്പം തന്നെ എനിക്ക് കാണണം, അതായത് ഈ ചിത്രം എനിക്ക് ഒരിക്കലെങ്കിലും കാണണം, ഇപ്പം തന്നെ കാണണമെന്ന് പറയാണ്. വേർ ഈസ് ദ പിക്ചർ, എവിടെയാണ് ചിത്രം? ഡ്രോ ദോസ് കർട്ടൻസ് എ പാർട്ട്. എന്നിട്ട് പറഞ്ഞു, ആ കർട്ടൻസ് മാറ്റിട്, വലിച്ചിട്, എനിക്കത് ഇപ്പം തന്നെ ചിത്രം ഒരു പ്രാവശ്യമെങ്കിലും കാണണമെന്ന് ആർച്ച് ഡ്യൂക്ക് നിർബന്ധ ബുദ്ധിയോടുകൂടി പറയുകയാണ്. ദ പിക്ചർ ഈസ് റെഡി മൈ ലോർഡ് അനൗൺസ്ഡ് ടിൽ. അപ്പോൾ പിന്നെ രക്ഷപ്പെടാം. ടൈൽ വേഗം പറഞ്ഞു, ആ പിക്ചർ റെഡിയാണ് പ്രഭു, ചിത്രം ഇതാ റെഡി ആയിരിക്കുന്നു എന്ന് അദ്ദേഹം അനൗൺസ് ചെയ്തു, പ്രഖ്യാപിച്ചു. ദെൻ വൈ ഡോണ്ട് യു ഡ്രോ ദ കർട്ടൻസ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ടാണ് താങ്കൾ ഈ കർട്ടൻസ് ഡ്രോ ചെയ്യാന്ന് വെച്ചാൽ നീക്കാത്തത്, മാറ്റിയിടാത്തത്? ആ കർട്ടൻ ഇട്ടുകൊണ്ട് തന്നെയാണ് ഇരിക്കുന്നത് അല്ലേ. അപ്പോൾ എന്തുകൊണ്ടാണ് താങ്കൾ ഈ കർട്ടൻ നീക്കാത്തത്? വാട്ട്സ് ദ മാറ്റർ ദ ആർച്ച് ഡ്യൂക്ക് ആസ്ക്ഡ്. എന്താ കാര്യം ആർച്ച് ഡ്യൂക്ക് ചോദിച്ചു. ഈ വാട്ട്സ് ദ മാറ്റർ എന്ന് പറയുന്നത് നിങ്ങളുടെ മൈൻഡിലൊന്ന് കരുതി വെച്ചോളൂ. കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് കോൺവെർസേഷനിൽ, നിങ്ങളുടെ പരസ്പരമുള്ള കോൺവെർസേഷന് നിങ്ങൾക്ക് ഉൾപ്പെടുത്താവുന്ന ഒരു സംഭാഷണ ശകലമാണിത്. ആരെങ്കിലും നിങ്ങളോട് എന്തെങ്കിലും ചോദിച്ചാൽ യെസ് വാട്ട്സ് ദ മാറ്റർ, എന്താ കാര്യം എന്ന് നിങ്ങൾക്ക് ചോദിക്കാവുന്ന ഒരു കോൺവെർസേഷണൽ ഒരു പീസാണ് ഈ വാട്ട്സ് ദ മാറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മളുടെ ലാംഗ്വേജ് നമ്മൾ പറയാനായിട്ട്, ഭാഷ പറയാനായിട്ട് പഠിക്കേണ്ടത് ഇങ്ങനെയാണ് കേട്ടോ. നമുക്ക് കിട്ടുന്ന വേർഡ്സും അതിൻ്റെ മീനിങ്ങും സെൻറ്റൻസസും ക്വസ്റ്റ്യൻസും ഒക്കെ നമുക്ക് ഡേ ടു ഡേ ലൈഫിൽ ആവശ്യമുള്ള കാര്യങ്ങളാണെന്ന് മനസ്സിലായി കഴിഞ്ഞാൽ ഉടൻ തന്നെ അത് ക്യാപ്ചർ ചെയ്ത് നമ്മുടെ ഭാഷാശേഖരത്തിൽ സൂക്ഷിച്ചു വയ്ക്കുക. റീഡിംഗ് ആണ് ഏറ്റവും വലിയ വഴിയെന്ന് ഞാൻ പറഞ്ഞെന്നുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഇപ്പോഴും ഒരു മാറ്റമില്ലാതെ തന്നെ ഞാൻ തുടരുകയാണ്. റീഡിംഗ് ഈസ് എ ബെറ്റർ വേ ടു ഇംപ്രൂവ് യുവർ ലാംഗ്വേജ്. ദെൻ വാട്ട്സ് ദ മാറ്റർ ആർച്ച് ഡ്യൂക്ക് ആസ്ക്ഡ്. ആർച്ച് ഡ്യൂക്ക് ചോദിച്ചു, എന്താണ് കാര്യം? ഐ വാണ്ട് യു ടു ഗ്രാൻഡ് മീ വൺ ലാസ്റ്റ് ഫേവർ സെഡ് ടിൽ. ഒരു ചെറിയൊരു കാര്യം കൂടി അങ്ങനെക്ക് അനുവദിച്ചു തരണം. ടിൽ പറഞ്ഞു, ഗ്രാൻഡിയ അനുവദിച്ചു തരാം. പ്ലീസ് ഓർഡർ ഓൾ ദ കോർട്ടിയേഴ്സ് ടു അസംബിൾ ഇൻ ദിസ് റൂം. ദയവായി അങ്ങ് ഈ കൊട്ടാരത്തിലെ എല്ലാ അംഗങ്ങളെയും ഒരു പ്രാവശ്യം ഈ റൂമിലൊന്ന് അസംബിൾ ചെയ്യാനായിട്ട് എല്ലാവരെയും ഇപ്പം തന്നെ ഇവിടെ ഒന്ന് വിളിച്ചു കൂട്ടണം. എനിക്ക് ആ ഒരു റിക്വസ്റ്റും കൂടിയാണ് അങ്ങയോട് പറയാനുള്ളത്. അപ്പോൾ പിക്ചർ പൂർത്തിയാക്കിയതിന് ശേഷം അദ്ദേഹത്തിൻ്റെ ഒരു ചെറിയൊരു ആഗ്രഹം കൂടി അദ്ദേഹം ആർച്ച് ഡ്യൂക്കിനോട് അപ്പോൾ എന്തിനാണ് ഇവരേക്ക് വിളിച്ചു കൂട്ടണമെന്ന് നമുക്ക് നോക്കാം. വെൻ ദേ ആർ ഹിയർ ഐ വോണ്ട് ടു സേ എ ഫ്യൂ വേർഡ്സ് ടു ദെം. അപ്പോൾ അവരിവിടെയൊക്കെ വന്നു കഴിഞ്ഞാലേ ഞാൻ അവരോട് കുറച്ച് കാര്യങ്ങൾ പറയാനായിട്ട് ആഗ്രഹിക്കുന്നു. ആൻഡ് ദെൻ ഐ വിൽ ഡ്രോ ദ കേർട്ടൻസ്. എന്നിട്ട് അവരോട് സംസാരിച്ചതിന് ശേഷം ഞാൻ ഈ കേർട്ടൻസ് വലിച്ചു നീക്കാം, അല്ലെങ്കിൽ കേർട്ടൻസ് മാറ്റി കാണിക്കാം.
The Archduke ordered all the courtiers to assemble in the hall. അപ്പോൾ ആർച്ച്ഡ്യൂക്ക് എല്ലാ കോർട്ടിയേഴ്സിനോടും എല്ലാ സദസ്യരോടും കൊട്ടാരത്തിലെ എല്ലാ അംഗങ്ങളോടും ഈ ഹാളിൽ കൂടിച്ചേരാനായിട്ട് ഓർഡർ ചെയ്തു. Tile addressed them, my lord, ladies and gentlemen, the picture is ready. അപ്പോൾ ടൈൽ എല്ലാവരും വിളിച്ചു കൂട്ടി എല്ലാവരും ഇങ്ങനെ അഡ്രസ്സ് ചെയ്യണം, എല്ലാവരും സംബോധന ചെയ്ത് സംസാരിക്കുകയാണ് അദ്ദേഹം. എൻ്റെ പ്രഭു, അതുപോലെ തന്നെ ലേഡീസ് ആൻഡ് ജെൻറ്റിൽമെൻ, അവിടെ കൂടിയിരിക്കുന്ന ബഹുമാന്യരായ സ്ത്രീജനങ്ങളെ. ദ പിക്ചർ ഈസ് റെഡി, ചിത്രം റെഡിയാണ്. യു വിൽ നൗ ബി ഏബിൾ ആസ് ഐ ഡ്രോ ദ കർട്ടൻസ് ടു സീ ഹൗ വെൽ ഐ ഹാവ് ഡൺ മൈ വർക്ക്. യു വിൽ നൗ ബി ഏബിൾ, അതായത് നിങ്ങൾക്കിപ്പോൾ കാണാനായിട്ട് സാധിക്കുമെന്ത്, ആസ് ഐ ഡ്രോ ദ കർട്ടൻസ്, ഞാൻ ഈ കർട്ടൻസ് മാറ്റിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. എന്താണ്? ടു സീ ഹൗ വെൽ ഐ ഹാവ് ഡൺ മൈ വർക്ക്, എത്ര മനോഹരം അല്ലെങ്കിൽ എത്ര നന്നായിട്ടാണ് ഞാൻ എൻ്റെ വർക്ക് ചെയ്തിരിക്കുന്നതെന്ന് ഞാൻ ഈ കർട്ടൻസ് മാറ്റി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പോൾ കാണാനായിട്ട് സാധിക്കും. യു ക്യാൻ ഓൾ അഡ്മയർ മൈ വർക്ക്. ഇനി നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വർക്ക് കണ്ടിട്ട് എന്നെ അഡ്മയർ ചെയ്യാം, എന്നെ പ്രശംസിക്കാനായിട്ട് സാധിക്കും. അഡ്മയർ ചെയ്യുക, പ്രശംസിക്കുക. അപ്പോൾ എല്ലാവർക്കും ഈ വർക്ക് കണ്ട് എന്നെ പ്രശംസിക്കാനായിട്ട് സാധിക്കും. ബട്ട് ഐ മസ്റ്റ് വാൺ യു ദാറ്റ് ദർ ഈസ് സംതിങ് വെരി സ്പെഷ്യൽ അബൌട്ട് ദിസ് പിക്ചർ. പക്ഷേ ഞാൻ നിങ്ങളോട് ഒരു കാര്യം വാൺ ചെയ്യാനായിട്ട്, നിങ്ങൾക്കൊരു കാര്യം മുൻകൂട്ടി പറഞ്ഞു തരാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. ദാറ്റ് ദർ ഈസ് സംതിങ് വെരി സ്പെഷ്യൽ അബൌട്ട് ദിസ് പിക്ചർ. ഈ ചിത്രത്തെക്കുറിച്ച് വളരെ സ്പെഷ്യലായിട്ടുള്ള ഒരു കാര്യം തന്നെയാണത്. Only those among you who have noble blood in your veins will be able to see these paintings. അപ്പോൾ നമ്മൾ മുന്നേ പറഞ്ഞ പോലെ ടൈൽ ഇതിൽ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടാനുള്ള വഴിയാണ് ആലോചിച്ചുകൊണ്ടിരുന്നത്. ആൻഡ് ഹി വാസ് എ ക്ലെവർ മാൻ, അല്ലേ? വളരെ ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള, വളരെ ക്ലെവർ ആയിട്ടുള്ള ഒരു ആർട്ടിസ്റ്റാണ് അദ്ദേഹം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ തല പോവാതെ എങ്ങനെയാണ് അദ്ദേഹം രക്ഷപ്പെടുന്നത് എന്ന് നോക്കൂ. അദ്ദേഹത്തിൻ്റെ ക്ലെവർ ആണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതായത് ഓൺലി ദോസ് എമംഗ് യു ഹൂ ഹാവ് നോബിൾ ബ്ലഡ് ഇൻ യുവർ വെയിൻസ്, നിങ്ങളുടെ സിരകളിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ഞരമ്പുകളിൽ ഓടുന്നത് നോബിൾ ബ്ലഡാണെങ്കിൽ, അതായത് മാന്യന്മാരാണ് നിങ്ങളെങ്കിൽ, നിങ്ങൾ നല്ല തറവാടികളാണെന്നൊക്കെ നമ്മൾ പറയില്ലേ, അപ്പോൾ അത്രയും മാന്യരായ ആളുകളാണ്, മാന്യരായ രക്തത്തിന് മാത്രമേ എൻ്റെ ഈ ചിത്രം വിൽ ബി ഏബിൾ ടു സീ ദിസ് പെയിൻറ്റിങ്, ഈ ചിത്രം നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുകയുള്ളൂ. All the rest, whatever their rank or position, will see nothing but a blank wall. ഇനി അങ്ങനെ നോബിൾ ബ്ലഡ് അല്ലാത്ത, മാന്യമായ എന്താ പറയുക, ബ്ലഡ് അല്ലാത്ത ആളുകൾക്ക്, അവശേഷിക്കുന്നവർക്ക്, ഓൾ ദ റെസ്റ്റ്, നോബിൾ ബ്ലഡ് അല്ലാതെ അവശേഷിക്കുന്നവർക്ക്, വാട്ട് എവർ ദയർ റാങ്ക് ഓർ പൊസിഷൻ, അവരുടെ റാങ്ക്, പൊസിഷൻ, ഏത് സ്ഥാനത്തുള്ളവരായാലും ഏത് അധികാരത്തിലിരിക്കുന്നവരായാലും, വിൽ സീ നത്തിങ് ബട്ട് എ ബ്ലാങ്ക് വാൾ, അവർക്കൊന്നും കാണാൻ സാധിക്കുകയില്ല. അവർ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ബ്ലാങ്ക് വാൾ മാത്രമേ അവർക്ക് കാണാനായിട്ട് സാധിക്കുകയുള്ളൂ, ചിത്രം കാണാൻ സാധിക്കില്ല. ഇനി ചിത്രം കാണാനാണെങ്കിൽ എങ്ങനെ വേണം? യു മസ്റ്റ് ബി ഇൻ നോബിൾ ബ്ലഡ്, നിങ്ങൾ നോബിൾ ബ്ലഡ് ആയിട്ടുള്ള ആളുകളായിരിക്കണം, മാന്യരായ വ്യക്തികളായിരിക്കണം, എങ്കിൽ മാത്രമേ ഈ ചിത്രം കാണാനായിട്ട് സാധിക്കുകയുള്ളൂ. നൗ ഐ വിൽ ഡ്രോ ദ കർട്ടൻസ്. ടൈൽ ഫ്ലങ് ദ കർട്ടൻസ് aside. ശരി, ഞാനിപ്പോൾ ഇതാ കർട്ടൻസ് മാറ്റാൻ പോവുകയാണ് എന്ന് പറഞ്ഞിട്ട് ടൈൽ ഫ്ലങ് ദ കർട്ടൻസ് aside. ഫ്ലങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ പിടിച്ചിട്ട് ഒരു വസ്തുക്ക് ഇങ്ങനെ ചുരുട്ടി എറിയുക എന്ന് പറയില്ല, അത് വലിച്ചിട്ട് മാറ്റുകയല്ല ഉദ്ദേശിക്കുക, അവിടെ നിന്ന് പറിച്ച് കളയല്ല ഉദ്ദേശിക്കുന്നത്. നമ്മൾ ശക്തിയായിട്ട് എന്തെങ്കിലും ഒന്ന് ഇതാക്കുന്നതിനാണ്, കേർട്ടൻ വലിച്ച് മാറ്റുന്നതിനെയാണ് ഈ ഫ്ലങ് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പോൾ ടൈൽ ഫ്ലങ് ദ കേർട്ടൻസ് aside, ടൈൽ ശക്തമായിട്ട് തന്നെ ഈ കേർട്ടൻസ് ഒരു സൈഡിലേക്ക് മാറ്റിയിട്ടു. The courtiers outdid one another in showing their admiration for the picture. അപ്പോൾ കോർട്ടിയേഴ്സ് എല്ലാവരും നോബിൾ ബ്ലഡ് അല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോശമായില്ലേ? അപ്പോൾ എന്ത് ചെയ്തു? എല്ലാ കോർട്ടിയേഴ്സും ഓരോരുത്തരായിട്ട് ഈ അഡ്മയർ ചെയ്യാൻ തുടങ്ങി, പിക്ചറിനെ പ്രശംസിക്കാനായിട്ട് തുടങ്ങി. They praised Till for his splendid painting. ഇനി അവർ ഭയങ്കരമായിട്ട് നമ്മളുടെ ടൈലിനെ പ്രശംസിച്ചു, പുകഴ്ത്തി. ഇത് വളരെ സ്പ്ലെൻഡിഡായിട്ടുള്ള, വളരെ മനോഹരമായിട്ടുള്ള ഒരു പെയിൻറ്റിംഗ് ആണെന്ന് പറഞ്ഞ് ടൈലിനെ എല്ലാ കോർട്ടിയേഴ്സും
പ്രശംസിച്ചു. They remarked how natural each one of them looked in the picture. ഇനി ഓരോരുത്തരും നോക്കിയിട്ട് പറഞ്ഞു എത്ര മനോഹരമായിട്ടാണ്, എത്ര റിയലിസ്റ്റിക് ആയിട്ടാണ്, എത്ര നാച്ചുറൽ ആയിട്ടാണ് ആ താന്താങ്ങളെ നമ്മളെ ഓരോരുത്തരെയും ചിത്രീകരിച്ചിരിക്കുന്നതെന്ന് ഓരോരുത്തരും നോക്കിയിട്ട് ആ ചിത്രത്തിലേക്ക് നോക്കിയിട്ട് പറയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവർ ചിത്രമൊന്നും കാണുന്നില്ല. പക്ഷെ ഇനിയിപ്പോൾ നോബിൾ ബ്ലഡ് അല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ചിത്രമൊന്നും കാണണില്ല എന്നത് എടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ വിചാരിക്കില്ലേ നോബിൾ ബ്ലഡ് അല്ല എന്ന് പറയില്ലേ. അപ്പോൾ തങ്ങളുടെ ആ ഒരു തടി തപ്പാനും രക്ഷിക്കാനും അവരുടെ മാന്യത നിലനിർത്താനും ഒക്കെ വേണ്ടിയിട്ട് അവർ പറഞ്ഞു, കാണാനുണ്ട്, വളരെ ഭംഗിയായിട്ടുണ്ട്, എന്നെ എന്തോ അതുപോലെ തന്നെ ചിത്രീകരിച്ചിരിക്കുകയാണ്, ഇതാണെന്നൊക്കെ പറഞ്ഞ് അവർ ഭയങ്കരമായിട്ട് നമ്മുടെ ടൈലിൻ്റെ പിക്ചറിനെ പുകഴ്ത്തി. അപ്പോൾ അവരങ്ങനെ ഓരോരുത്തരെയും മാറ്റി. ദേ റിമാർക്ക്ഡ് ഹൗ നാച്ചുറൽ ഈച്ച് വൺ ഓഫ് ദം ലുക്ക്ഡ് ഇൻ ദ പിക്ചർ ആൻഡ് ഈഗർലി പോയിൻറ്റഡ് ഔട്ട് ദെയർ ഫ്രണ്ട്സ് ആൻഡ് അക്വൈൻറ്റൻസസ്. ഇനി മാത്രമല്ല അവരെക്കുറിച്ച് മാത്രമല്ല പറഞ്ഞത്, അവരുടെ ഫ്രണ്ട്സും എങ്ങനെ ഇരിക്കണു എന്നുള്ളത് അവർ പോയിൻ്റ് ഔട്ട് ചെയ്തിട്ട് പറഞ്ഞു. ഓൾ ഓഫ് ദ സഡൻ ദ ഡ്യൂക്സ് ജസ്റ്റർ ലീപ്ഡ് ഇൻ ടു ദ എയർ ആൻഡ് ഷൗട്ടഡ്. അപ്പോൾ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ നമ്മുടെ ഡ്യൂക്കിൻ്റെ ജസ്റ്റർ, അതായത് കൊട്ടാരത്തിലുള്ള വിദൂഷകൻ, ലീപ്ഡ് ഇൻ ടു ദ എയർ ആൻഡ് ഷൗട്ടഡ്, ചാടി അയാൾ എന്താ പറയുക വായുവിലേക്ക് പറന്നു ചാടിയിട്ട് ഉറക്കെ പറഞ്ഞു, ഓൾ ഓഫ് യു നോ ദാറ്റ് ഐ ആം എ ഫൂൾ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഞാനൊരു ഫൂളാണെന്ന്. ആൻഡ് ഐ ഹാവ് നോ ബ്ലൂ ബ്ലഡ് ഇൻ മൈ വെയിൻസ്. ഇനി എൻ്റെ സിരകളിൽ അങ്ങനെ നീല രക്തമൊന്നുമില്ല, അല്ലെങ്കിൽ നോബിൾ ബ്ലഡൊന്നും എനിക്കില്ല. ഐ ക്യാൻ സീ നോ പിക്ചർ ബട്ട് ഓൺലി എ ബ്ലാങ്ക് വാൾ. എന്നിട്ട് പറയണേ എനിക്കിവിടെ ചിത്രം ഒന്നും കാണാൻ സാധിക്കുന്നില്ല, ഇവിടെ ബ്ലാങ്ക് ആയിട്ടുള്ള ഒരു വാള് മാത്രം, ചുമര് മാത്രമാണ് എനിക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. പെട്ടെന്നാണല്ലേ അവിടെ ഇത് സംഭവിച്ചത്. അപ്പം മാത്രമല്ല ജസ്റ്റർ എന്ന് പറയുമ്പോൾ ആൾ എന്തും, അതായത് വിദൂഷകൻ കൊന്ന് പറയുമ്പോൾ എന്തും തോന്നി ഇതുപോലെ വിളിച്ച് പറയാനുള്ള ഒരു ധൈര്യം കൂടെ അയാൾക്ക് ഉണ്ടായിരിക്കും. അപ്പോൾ അയാൾ പറയണം ഞാനൊരു ഫൂളാണെന്ന് നിങ്ങൾക്കറിയാമല്ലോ, എനിക്ക് ഉള്ളത് അങ്ങനെ റോയൽ അല്ലെങ്കിൽ നോബിൾ ആയിട്ടുള്ള ബ്ലഡൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഐ ക്യാൻ സീ നോ പിക്ചർ ബട്ട് ഓൺലി എ ബ്ലാങ്ക് വാൾ. എനിക്കിവിടെ ചിത്രമൊന്നും കാണാൻ സാധിക്കുന്നില്ല, പകരം എന്താണ് ഞാൻ കാണുന്നത്, ബ്ലാങ്ക് ആയിട്ടുള്ള ഒരു ചുമരാണ് കാണുന്നത്, ഒന്നുമില്ലാത്തൊരു ചുമരാണ് ഞാൻ കാണുന്നത്. വെൻ ഫൂൾസ് ബിഗിൻ ടു ടോക്ക് ഒബ്സർവ്ഡ് ടിൽ. അപ്പോൾ ടിൽ അത് ഒബ്സർവ് ചെയ്തിട്ട് പറയാണ്, വെൻ ഫൂൾസ് ബിഗിൻ ടു ടോക്ക്, വിഡ്ഢികൾ സംസാരിക്കാൻ തുടങ്ങിയാൽ, ഇറ്റ്സ് ടൈം ഫോർ വൈസ് മെൻ ടു വാക്ക്. ഇത് ബുദ്ധിമാനായ മനുഷ്യൻ എന്ത് ചെയ്യണ സമയമാണ്. അതായത് വിഡ്ഢികൾ സംസാരിക്കാൻ തുടങ്ങിയാൽ ബുദ്ധിമാനായ മനുഷ്യൻ നടക്കേണ്ട സമയമാണ്. അതായത് അവിടെ നിന്ന് സ്റ്റാൻഡ് വിടണ്ട, അവിടെ നിന്ന് വിട്ടുപിടിക്കേണ്ട സമയമാണ്. വിഡ്ഢികളുടെ ഇടയിൽ നിന്ന് ബുദ്ധിമാൻ എന്ത് ചെയ്യണം, മാറിപ്പോകണം, നടന്നു പോകണം എന്നാണ് ടൈൽ പറഞ്ഞത്. ഇറ്റ്സ് ടൈം ഫോർ വൈസ് മെൻ ടു വാക്ക്. വൈസ് മെൻ നടന്ന് പോകണം. ഹി കാംലി സ്ട്രോഡ് ഔട്ട് ഓഫ് ദ ഹാൾ ആൻഡ് റോഡ് അവേ ഓൺ ഹിസ് ഡോങ്കി. വളരെ ശാന്തനായിട്ട് തന്നെ പതുക്കെ നടന്ന് നമ്മളുടെ ടൈല് ഹാളിൻ്റെ പുറത്തേക്ക് കടന്ന് എന്ത് ചെയ്തു, റോഡ് അവേ ഓൺ ഹിസ് ഡോങ്കി, അദ്ദേഹത്തിൻ്റെ കഴുതപ്പുറത്ത് കയറി അത് കഴുതേനി ഓടിച്ചിട്ട് പോയി. ദ ഫെദേഴ്സ് ഇൻ ഹിസ് ക്യാപ്പ് ഡാൻസ്ഡ് ഇൻ ദ ജെൻറ്റിൽ ബ്രീസ്. അപ്പോൾ പോകുമ്പോൾ അദ്ദേഹത്തിൻ്റെ ആ തൊപ്പിയിലിരിക്കുന്ന തൂവലിങ്ങനെ ആ ഇളം കാറ്റിലിങ്ങനെ എന്ത് ആടിയില്ലേ, ഇളം കാറ്റിലിങ്ങനെ പതുക്കെ കിടന്ന് മന്ദമായിട്ട് അതിങ്ങനെ ആടി. അപ്പോൾ എന്താ പറഞ്ഞത്, ടൈലൊരു വയസ്സായ, അത് മീൻസ് വൈസ് മാൻ ആണെന്നല്ലേ, ബുദ്ധിമാനായ മനുഷ്യനാണെന്ന് തെളിയിക്കുന്ന ഒരു സന്ദർഭമാണ്. ജസ്റ്ററും മോശമല്ല അല്ലേ, ജസ്റ്ററും ബുദ്ധിമാനാണ്. അതുകൊണ്ടാണ് അപ്പം തന്നെ വിളിച്ച് പറഞ്ഞത് എന്ത്, എനിക്കിവിടെ ഒന്നും കാണാനില്ല, ഇവിടെ വെറും ബ്ലാങ്ക് ആയിട്ടുള്ള വാള് മാത്രമേ എനിക്ക് കാണാനുള്ളൂ എന്ന് പറയണം. അപ്പോൾ ടൈലെ രക്ഷപ്പെട്ടത് നിങ്ങളെല്ലാവരും കണ്ടില്ലേ. അദ്ദേഹത്തിൻ്റെ ബുദ്ധിയും അദ്ദേഹത്തിൻ്റെ ആ ഒരു കഴിവും കൊണ്ട് ഒരു പ്രത്യേക അപകടകരമായ ഒരു സാഹചര്യത്തിൽ നിന്നും അതിവിദഗ്ധമായിട്ട് ടൈല് രക്ഷപ്പെട്ടു. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇനി ബാക്കിയുള്ള എല്ലാ 4 ഭാഗങ്ങളും എല്ലാവരും ഓരോന്നായിട്ട് കണ്ട് നല്ലതുപോലെ ടെക്സ്റ്റ് വായിച്ച് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്കിവിടെ താഴെ കുറേ സ്കഫോൾഡിങ് ക്വസ്റ്റ്യൻസ് ഉണ്ട്, ആക്ടിവിറ്റീസൊക്കെ ഉണ്ട്, അതൊക്കെ നിങ്ങൾക്ക് ആൻസർ ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഏതെങ്കിലും കാര്യത്തിൽ നിങ്ങൾക്ക് മനസ്സിലാവണില്ല, എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയണില്ല എന്നുണ്ടെങ്കിൽ മാത്രമേ, നമുക്ക് ഇന്ന് ഒരുപാട് സ്കഫോൾഡിങ് ആയിട്ടുള്ള ബുക്ക്സ് നമുക്ക് ഒരുപാട് അവൈലബിൾ ആണ് അല്ലേ, നിങ്ങൾക്ക് ഒരുപാട് ഗൈഡ്സും ഒക്കെ കിട്ടാനുണ്ട്. ഇനി അഥവാ ഒന്നും കിട്ടുന്നില്ല, ഒന്നും അറിയുന്നില്ല എന്നുള്ള ആളുകൾ ആ കമൻറ്റ് ബോക്സിൽ ഒന്നൊരു അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അതിനുള്ള എന്താ പറയുക
ഡിസ്കഷൻ നമുക്കതിനെക്കുറിച്ച് ഏത് പോയിൻ്റാണ്, ഏത് ടോപ്പിക്കിനെ കുറിച്ചാണ്, ഏതൊരു ആക്ടിവിറ്റീനെ കുറിച്ചിട്ടാണ് നിങ്ങൾക്ക് അറിയാത്തത് എന്ന് പറഞ്ഞാൽ ആ ഒരു ആക്ടിവിറ്റീനെ കുറിച്ച് നമുക്കൊരു ഡിസ്കഷൻ നടത്താം. താങ്ക് യു. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടുന്നത് വരയ്ക്കും ബൈ ബൈ.